28 കൊല്ലം മുന്നേ, അതായത് എൻ്റെ 2 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ ഉപ്പ എന്ന് പറഞ്ഞ ഫീലിങ്സ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതുവരെ കിട്ടിയില്ല. നിലത്ത് തട്ടിയിട്ട് പ്രതീക്ഷിക്കാറുണ്ടല്ലോ ഒരു റിട്ടം വരവ്, അങ്ങനെ റിട്ടം വന്ന് തലമ്മക്ക് തട്ടിയിട്ടാണ്. വേറെ കുട്ടികളല്ല, എൻ്റെ മക്കളെ പോലെ വളർത്തണമാണ്. അവർക്ക് അത്ര ഫ്രീഡം ഉണ്ട് എൻ്റെ മേലിൽ. അപ്പോൾ പിന്നെ അളിയന്മാർ, പെങ്ങന്മാർ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണോ അവർക്കത് ഓക്കെയാണ്, അവരതിനൊപ്പമുണ്ട്. അതാണ് യാത്രക്ക് ഞാൻ പറഞ്ഞില്ല, അത്ര സപ്പോർട്ട് അവരാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ ചെറുപ്പത്തിലൊക്കെ അവരൊക്കെ നമ്മളെ കൈ പിടിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോയി ചോറൊക്കെ തരുമ്പോൾ അവർ ഉപ്പാനെ പറ്റി പറയുമ്പോൾ അവരെ കണ്ണ് നിറയുന്നത് നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങളാണ്, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പറയാനുണ്ടെങ്കിലും ഞാൻ അവിടെ പോയിട്ട് ഫസ്റ്റ് പറയും. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ തൊട്ടുകളെ. ഇന്ന് വലിയ പെരുന്നാളിലെ 4ാം പെരുന്നാൾ. ഈ ഒരു 4ാം പെരുന്നാൾ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം എൻ്റെ ഉപ്പ മരിച്ച ദിവസമാണ് ഇന്ന്. ഈ ഒരു 4ാം പെരുന്നാൾക്ക് ഉപ്പ മരിച്ചിട്ട് ഏകദേശം 28 വർഷമായി. എല്ലാ 4ാം പെരുന്നാൾക്കും വീട്ടിൽ നമ്മളതിൻ്റെ ഒരു ചെറിയ പരിപാടി വെക്കും, ഉപ്പാക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്കൊരു നിമിഷത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉപ്പാനെ കൂടെ ഒന്ന് കൂട്ടുക, ഉപ്പാക്കും വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല ഇപ്പം മരിച്ചതോ നമ്മുടെ ലൈഫ് സ്റ്റോറി എന്താണെന്നുള്ള. ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട്, നിങ്ങൾ എവിടെയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്താണ് കാര്യങ്ങൾ, ജോലി എന്താണ്, കല്യാണം, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് നമ്മൾ ലൈഫ് സ്റ്റോറി നമ്മളെന്തായാലും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 2-3 ദിവസത്തിനുള്ള നമ്മളെന്തായാലും പറയുന്നുണ്ട്. ദിവസേന ചോദിക്കുന്ന ആളുകളുണ്ട്, വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്, കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലൂടെ പറയാം. ഉപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, എന്നെ പോലെ ഒന്നല്ലായിരുന്നേ, ഭയങ്കര ചൊറുക്കാണ്, കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഞാനൊരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ പേര് ഉസ്മാൻ എന്നാണ്. ഉപ്പ 28 വർഷം മുൻപാണ് മരണപ്പെട്ടത്. മരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഉപ്പ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് ചെറുപ്പ വലിപ്പോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരോടും ഒരുപോലെയാണ് ഞാൻ പെരുമാറാറുള്ളത്. മാത്രമല്ല ഉപ്പാൻ്റെ സൗഹൃദങ്ങളുണ്ട്, അവർ പോലും എൻ്റെ സുഹൃത്തുക്കളാണ് നാട്ടിൽ. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ക്യൂരിയോസിറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഉപ്പാൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുമ്പോഴാണ്. ഉപ്പ എത്രത്തോളം വലിയൊരാളായിരുന്നു, എത്രത്തോളം ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു എന്നുള്ള പല ആളുകളും പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അത് മാത്രമാണ്. അപ്പോൾ അവരൊക്കെ ഉപ്പാൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോടിങ്ങനെ പറയും ഓരോ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിരുന്നു. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. എൻ്റെ ഉമ്മി ഞാനൊക്കെ അങ്ങനെയാണ്, നല്ല സംസാരിക്കുന്ന പ്രകൃതിയാണ്. ഉപ്പ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എക്സ്ട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പറയില്ലേ ഒരു ജെൻറ്റിൽമാൻ എന്ന് പറയില്ലേ, പറയുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര വ്യക്തതയുള്ള, എന്നാൽ വളരെ കുറഞ്ഞ സൗഹൃദ ഉള്ള സൗഹൃദത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന, ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തങ്ങനെ നടക്കുന്ന, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരാളായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ നാട്ടിലുള്ള. ഇപ്പോൾ ഞാൻ എത്തിൻകുട്ടിയിൽ വളർന്നുകൊണ്ട് തന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ചോറ് കൊടുക്കാൻ നമ്മൾ പോവും ഓരോ വീട്ടിലാണ്. ഞാൻ ചോറ് വയ്ക്കാത്ത വീടുണ്ടാവില്ല എൻ്റെ നാട്ടിൽ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ഉപ്പ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണലായിട്ട് അത്ര പരിചയമില്ലാത്ത നമ്മളെ കുറേ അപ്പുറത്തെ വീടുകളിലുള്ള ആളുകളൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ ചെറുപ്പത്തിലൊക്കെ അവരൊക്കെ നമ്മളെ കൈ പിടിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോയി ചോറൊക്കെ തരുമ്പോൾ അവർ ഉപ്പാനെ പറ്റി പറയുമ്പോൾ അവരെ കണ്ണ് നിറയുന്നത് നമ്മൾ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉപ്പ എന്ന് പറഞ്ഞ ഒരാൾ നാട്ടിൽ എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിനി എന്നുള്ളത്. ഞങ്ങൾ ഉപ്പാക്ക് ഫുള്ള് കാരണന്മാരും അനിയന്മാരും ആയിട്ട് ഫുൾ ആൺമക്കളാണ്. 2ാമത്തെ മോനാണ് ഉപ്പ. അപ്പോൾ ഞങ്ങളെ ഫാമിലി തൊഴിൽ എന്ന് പറയുന്നത് മരം വെട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത്ര കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ നാട്ടിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മരങ്ങൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ മരങ്ങൾ വെട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കണത്, വീടിനോട് ചേർന്ന് ചാരി നിൽക്കണത്, ഡേഞ്ചർ മരം. അപ്പോൾ അത്രക്ക് ബ്രില്യൻ്റ് ഐഡിയ ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഏത് മരവും ഏത് റിസ്ക്കും ഏറ്റെടുക്കും ഉപ്പ എന്ന് പറഞ്ഞത്. അത് അങ്ങോട്ട് വന്ന് തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഏതൊരു പ്രതിസന്ധിയിലും ഉപ്പ ഉണ്ടാവും, നാട്ടിലെ ഏത് കാര്യങ്ങളിലാണെങ്കിലും. അപ്പോൾ അതായിരിക്കണം ഉപ്പാൻ അത്രക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ വളരെ കുറച്ച് സംസാരിക്കുള്ളൂ, പറയുന്ന കാര്യത്തിൽ ഭയങ്കര വ്യക്തത ഉണ്ടായിക്കാണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഉപ്പാൻ്റെ സൗഹൃദ വലയങ്ങളിൽ നിന്ന് ഞാൻ കേട്ടതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അത്രയുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കലുണ്ട്, ഞാനിങ്ങനെ ചിന്തിക്കും, ഉപ്പ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു പൊസിഷൻ എന്നല്ല, എൻ്റെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഇങ്ങനെ ആവില്ല. എൻ്റെ ചുറ്റുപാടോ കാര്യങ്ങളൊന്നും നല്ലതോ ചീത്തോ എന്നല്ല ഉദ്ദേശിച്ചത്, എൻ്റെ ലൈഫിൽ എൻ്റെ ക്യാരക്ടർ നല്ലതോ ചീത്തോ എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ ചിലപ്പോൾ വേറൊരു മോഡായിരിക്കും അങ്ങനെ. അപ്പോൾ 28 കൊല്ലം മുന്നേ, അതായത് എൻ്റെ 2 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ ഉപ്പ എന്ന് പറഞ്ഞ ഫീലിങ്സ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എത്തിൻകുട്ടിയിൽ വളർന്നുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും നമ്മൾ കൊണ്ടുകൊടുക്കും ചെറുപ്പകാലത്തൊക്കെ. അപ്പോൾ അവർ പറയുന്ന കാഴ്ചപ്പാടുകളെ ഉപ്പാനെ കുറിച്ച് എനിക്കുള്ളൂ. ഒരു ഉപ്പ എന്താണെന്നുള്ളത് ഞാൻ
മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഒരു കാരണോല് അല്ലെങ്കിൽ ഉപ്പാൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു കാരണോലൊക്കെ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ 2 അളിയന്മാരുടെ ലൈഫിലോട്ട് വന്നപ്പോഴാണ്. പ്രത്യേകിച്ച് വലിയ അളിയനൊക്കെ ലൈഫൊക്കെ വന്നപ്പോഴാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും തിരിച്ചറിയണത്. ഒരു കാരണോലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പാൻ്റെ സ്ഥാനത്ത് ഒരാൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അളിയനൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ 2 അളിയന്മാർ, എൻ്റെ 2 പെങ്ങന്മാർ, ഉമ്മ. ഇപ്പോൾ എനിക്കൊരു 6 പേരക്കുട്ടികളുണ്ട്. എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളല്ല, ഞാൻ എൻ്റെ മക്കളെ പോലെ വളർത്തണമാണ്. അവർക്ക് അത്ര ഫ്രീഡം ഉണ്ട് എൻ്റെ മേലിൽ. അപ്പോൾ പിന്നെ അളിയന്മാർ, പെങ്ങന്മാർ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണോ അവർക്കത് ഓക്കെയാണ്, അവരതിനൊപ്പമുണ്ട്. അതാണ് യാത്രക്ക് ഞാൻ പറഞ്ഞത് അത്ര സപ്പോർട്ട് അവരാണ്. കാരണം അവർക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും അതൊരിക്കൽ പോലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരാളെ വേദനിപ്പിക്കാത്ത ഓൻ്റെ ഇഷ്ടം തേടിയുള്ള പരിപാടികളായിട്ട് ഓൻ ചെയ്യുന്നുണ്ടാവുള്ളൂ എന്നുള്ളത് പിന്നെ വ്യക്തമായ ധാരണ ഉള്ള ആളാണെന്നുള്ളതൊക്കെ ഓൽക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെ ഈ ചെയ്തോ ഓക്കെ നമ്മൾ വായിക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലി എൻ്റെ പെങ്ങന്മാർ ഞാനെന്ന് പറഞ്ഞാൽ ഡെയിലി വിളിക്കുക അങ്ങനത്തെ ആൾക്കാരല്ല. പക്ഷേ എൻ്റെ ജീവിതം ഏറ്റവും വലുത് അവരാണ്. അവരുടെ ലൈഫിൽ ഞാൻ തന്നെ ആയിരിക്കും. ഞങ്ങൾ 2 ദിവസം കൂടുമ്പോഴേലും വീഡിയോ കോളിൽ വിളിക്കും, കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കും. പക്ഷേ കുറ്റോ കുറവോ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു പരിപാടിയോ കാര്യങ്ങളോ എന്തുകൊണ്ട് വിളിച്ചില്ല അത് അങ്ങനത്തെ ഒന്നുമില്ല. സന്തോഷത്തിലും സങ്കടത്തിലും എപ്പോഴും നമ്മൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞേ. അങ്ങനത്തെ ഉമ്മ അടക്കായിക്കോട്ടെ, ഞാൻ ഉമ്മാനെ പറ്റി ഞാൻ പറയുന്നുണ്ട് ഉമ്മ എങ്ങനെ നമ്മൾ വളർത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഉപ്പാൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്, നാട്ടിൽ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ അത് ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്നത്തെ ഒരു പ്രാർത്ഥനയിൽ ഉപ്പാനെ കൂടെ ഉൾപ്പെടുത്തുക. ഞാൻ എവിടെയാണെങ്കിലും നാട്ടിൽ എവിടെയാണെങ്കിലും ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉപ്പാനെ കാണാൻ പോകും. കബറിങ്ങൾക്ക് എനിക്കൊരു അതിനായിട്ട് ഡ്രസ്സ് ഉണ്ട്, ഒരു വെള്ള തൊപ്പിയും ഞാൻ അതൊരു ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യണം എല്ലാവരും. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ആ വെള്ളിയാഴ്ച പള്ളിക്ക് ആലത്തിലൂടെ പോകുമ്പോൾ ഉപ്പാനെ കബറിൽ പോകും. പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങളാണ് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പറയാനുണ്ടെങ്കിലും ഞാൻ അവിടെ പോയിട്ട് ഫസ്റ്റ് പറയും. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ 3 മക്കളിൽ ചെറിയ കുട്ടിയായിട്ടുള്ള ഞാൻ 2-2.5 വയസ്സായപ്പോഴാണ് ഇനിയിപ്പോൾ ഉപ്പ എങ്ങനെ മരണപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരം വെട്ടായതുകൊണ്ട് തന്നെ ഏത് ഡേഞ്ചർ സിറ്റുവേഷനിലെ മരം ഇപ്പോൾ വെട്ടും. ഇപ്പം ഇളപ്പാരും മൂത്തപ്പാരും കൂടി ചേർന്നൊക്കെ വെട്ടുക. അപ്പോൾ നമ്മൾ തറവാടിൻ്റെ താഴത്ത് പിന്നെ ഒരു തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ തെങ്ങ് വെട്ടുമ്പോൾ നമ്മൾ തെങ്ങ് സാധാരണ വെട്ട് അങ്ങനെ പീസാക്കിയിട്ടുള്ള വെട്ടുക. ഒരു കഷ്ണം വെട്ടുന്നിട്ട് അത് താഴേക്കിടും, പിന്നെ അടുത്ത പീസ് വെട്ടും അത് താഴേക്കിടും, അങ്ങനെയുള്ള വെട്ടുക. അപ്പോൾ എളാപ്പ അങ്ങനെയാണ് ഞാൻ കേട്ടൊരു അറിവാണ് കേട്ടോ. അത് വലിയ പെരുന്നാൾക്ക് 4ാം പെരുന്നാൾക്കാണ് അത്. എളാപ്പ അതിങ്ങനെ വെട്ടി താഴേക്കിടുമ്പോൾ അതിൽ ഒരു പീസ് നമ്മൾ പ്രതീക്ഷിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു പീസ് ഇങ്ങനെ വന്ന് താഴേക്കിട്ട് നിലത്ത് തട്ടിയിട്ട് പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു റിട്ടം വരവ്, അങ്ങനെ റിട്ടം വന്ന് തലമ്മക്ക് തട്ടിയിട്ടാണ് പറഞ്ഞു കേട്ടെടുത്ത് ആ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ് അറിവ്. അപ്പോൾ എനിക്കന്ന് നമ്മൾ തിരിച്ചറിയ ബുദ്ധിയൊന്നും ഇല്ലല്ലോ, 2 ചെറിയ വയസ്സല്ല, നടക്കുന്നു തുടങ്ങണേ ഉള്ളൂ എന്നുള്ളതാണ്. എനിക്ക് അതിൻ്റെ ഒരു ഓർമ്മകളും ഇല്ല, ഇപ്പാൻ്റെ ഒരു ഓർമ്മ എൻ്റെ ലൈഫിലില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണ് ഉപ്പ. എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, ഫോട്ടോയിൽ കണ്ട ആ ആൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ പറയില്ലേ നല്ലപോലെ നമ്മളെ മതത്തിൽ നമ്മൾ പറയല്ലോ നല്ല ആൾക്കാരെ പഠിച്ചാൽ പെട്ടെന്ന് എടുക്കുന്നുള്ളത്. അങ്ങനെ പോയ ആളെ കാരണം ഒരാൾക്ക് പോലും പറയാൻ പറ്റിയ ഒരു ചെറിയൊരു എവിടുന്ന് ഒരു മൈനസ് പോലും ഞാൻ കേട്ടിട്ടില്ല. അത് ഏറ്റവും പ്രത്യേകം പറഞ്ഞില്ലേ, എനിക്കത്ര പരിചയമില്ലാത്ത ആൾക്കാർ പോലും ഇപ്പാനെ പറ്റി എന്നോട് പറയും ഇങ്ങോട്ട് എൻ്റെ അങ്ങനെ വലിയൊരു സംഭവമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ഇനി അത് അറിയണേ. അപ്പോഴാണ് നമ്മൾ ആ പൊസിഷൻ പുള്ളിക്കാരൻ്റെ വില നമ്മൾ മനസ്സിലാക്കണേ. അപ്പോൾ നമ്മളൊന്നും ഇല്ല എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം പ്രാർത്ഥനകളിൽ എൻ്റെ ഉപ്പാനെ കൂടി നിങ്ങളൊന്ന് ഉൾപ്പെടുത്തുക. കാരണം ഇതിങ്ങനെ പറയാൻ കാരണം അത്രയും ആളുകൾ നമ്മൾ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഒരു അനിയനെ പോലെ, അല്ലെങ്കിൽ ഒരു ഏട്ടനെ പോലെ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡയറക്റ്റ് പറയണം തോന്നി. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, 28ാമത്തെ കൊല്ലമാണ് 29ാമത്തെ കൊല്ലമാണ് ഉമ്മാക്ക് വിളിച്ചപ്പോൾ. അപ്പം ഉമ്മ എന്നോട് പറഞ്ഞേ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നു. കാരണം ഉമ്മാൻ്റെ ലൈഫിലെ ഫുൾ ടൈം പ്രാർത്ഥനകൾ ഇപ്പം ഉണ്ട്. എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും.